ഹലോ നമസ്കാരം. ഈ ചാനലിലെ ആദ്യത്തെ ജർമ്മൻ ബ്ലോഗിലേക്ക് ഹെർസലിഷ് വെൽക്കം. ഇന്നത്തെ ഡേ ഒരു ആന്റി ഡിപ്രസിംഗ് മോർണിംഗോട് കൂടെയാണ് തുടക്കം. ഞാൻ എന്താ ആന്റി ഡിപ്രസിംഗ് മോർണിംഗ് എന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഇന്ന് പതിവിലും വിപരീതമായി സൺലൈറ്റ് കണ്ടുകൊണ്ട് തന്നെ ദിവസം തുടങ്ങാൻ സാധിച്ചു. അതിന്റെ കൂടെ രാവിലെ തന്നെ എനിക്കൊരു വിഷറും ഉണ്ടായിരുന്നു. സോ ദേ ബോത്ത് മേഡ് ദ മോർണിംഗ് ബ്യൂട്ടിഫുൾ. പിന്നെ ഒട്ടും വൈകാതെ തന്നെ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി. രാവിലെ ഇറങ്ങിയതേ ആദ്യത്തെ മോർഗൻ പാസ്സാക്കി. ജർമ്മനിയിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ കിട്ടിയ ഒരു കൾച്ചറൽ ബിഹേവിയറാണിത്. പരസ്പരമുള്ള ഗ്രീറ്റിംഗ്, ഹലോ അല്ലെങ്കിൽ മോർഗൻ. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ ഗുട്ടൻ ടാഗ്. നാട്ടിൽ പരസ്പരം അറിയുന്നവരിൽ മാത്രം നിൽക്കുന്ന ഒന്ന്, എങ്കിൽ ഇവിടെ തികച്ചും വ്യത്യസ്തം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടൈറ്റായ വർക്ക് ഷെഡ്യൂൾ കിട്ടുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. ഹിയർ കംസ് ദ സെക്കൻഡ് മോർഗൻ. ഈ കാണുന്ന ബിൽഡിംഗ്സ് എല്ലാം സ്റ്റുഡന്റ് അപ്പാർട്ട്മെന്റ്സ് ആണ്. റൂമിൽ നിന്നിറങ്ങി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ 5 മിനിറ്റ് നടന്നു വേണം ബസ് സ്റ്റോപ്പിലെത്താൻ. ഇവിടെ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഫോണിൽ ടിക്കറ്റ് എടുത്തു വെക്കുക എന്നതാണ്. പ്രിന്റഡ് പേപ്പർ ടിക്കറ്റിന് പുറമെ QR കോഡ് ടിക്കറ്റും ഇവിടെയുണ്ട്. QR കോഡ് ടിക്കറ്റാണ് അധികം ആളുകളും ഉപയോഗിക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് കാണിച്ച് ദിവസത്തെ 3ാമത്തെ മോർഗനും പറഞ്ഞ് ഞാൻ ബസ്സിൽ കയറി. വീഡിയോ എടുക്കുക എന്നുകൂടെയുള്ള ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് 5 സ്റ്റോപ്പ് മുമ്പ് തന്നെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ട് വർക്ക് പ്ലേസിലേക്ക്. നടന്ന് നമ്മൾ ആദ്യം ചെല്ലുന്നത് പോർട്ടാനിഗ്രയുടെ മുമ്പിലേക്കാണ്. പോർട്ടാനിഗ്ര ട്രിയറിൽ റോമൻസിനാൽ നിർമ്മിക്കപ്പെട്ട 4 സിറ്റി ഗേറ്റുകളിൽ ഒന്നാണ്. ഏകദേശം 1850 വർഷമായി ഈ ഗേറ്റിനെ പ്രിസർവ് ചെയ്തു വരുന്നു. AD 170 ഈ സിറ്റി ഗേറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1986 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി മാർക്ക് ചെയ്തു. സിറ്റി ഗേറ്റിന് മുമ്പിലെ കാണുന്ന ക്രിസ്മസ് ട്രീ അതിന്റെ ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകാനായി ഒരുങ്ങുന്നു. ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ജർമ്മനിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും ഷോപ്പുകൾ വശങ്ങളിലായി കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുള്ളൂ. വളരെ തിരക്ക് കുറഞ്ഞ സമയമാണ്. ഇവിടെ പോലീസിന് പോലീസൈ എന്നാണ് പറയുന്നത്. ഇതേപോലെ കാറുകളിൽ സിറ്റിയുടെ പല ഭാഗത്തും എന്നും തന്നെ ഇവരെ കാണാം. എപ്പോഴും 2 പേരടങ്ങുന്ന ടീമായിട്ടാണ് കാണാറ്. ഒരു വീടിന് ലിവിംഗ് റൂം പോലെയാണ് ഒരു നഗരത്തിന് ഇതുപോലുള്ള സ്ഥലങ്ങൾ. ജർമ്മനിയിൽ ഏത് സിറ്റി നോക്കിയാലും ഇതേപോലെ സിറ്റി സെന്ററുകൾ ഉണ്ടാവും. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പുകൾ കൂടാതെ പലതരത്തിലുള്ള റെസ്റ്റോറന്റുകളും ഉൾപ്പെടുന്നു. ഈ റെസ്റ്റോറന്റുകളിൽ എല്ലാത്തിലും തന്നെ പുറത്തിരുന്ന് കഴിക്കാവുന്ന തരത്തിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു മെയിൻ ഫാക്ടർ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ എക്സ്റ്റീരിയർ ഡിസൈൻ ആണ്. അങ്ങനെ മുമ്പോട്ട് നടന്ന് വർക്ക് പ്ലേസിലെത്തി. എത്തിയ സമയം നോക്കിയപ്പോൾ ഇനിയുമുണ്ട് 20 മിനിറ്റ്. എന്നാൽ പിന്നെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു ബട്ടർ ക്രോയിസന്റ് കഴിച്ച് വർക്കിന് കയറാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് ഈ നാട്ടിലെ പരിപ്പുവടയും ബോണ്ടയും എല്ലാം. അങ്ങനെ കവറെടുത്ത് കവറിൽ ക്രോയിസന്റ് വർഗത്തിൽപ്പെട്ട എന്തോ ഒന്നെടുത്ത് ബില്ല് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വേഗം തന്നെ കഴിച്ചിട്ട് ഞാൻ വർക്കിന് കയറി. അങ്ങനെ രാവിലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഫുഡും കഴിച്ച് കടയിൽ നിന്ന് ഇറങ്ങി. ക്യാമറയും ഓണാക്കി നേരെ പോർട്ടയിലോട്ട് നടന്നു. പോകുന്ന വഴി ഇതിന്റെ ചുറ്റും നടന്ന ഒരു വീഡിയോ എടുത്തു. രാവിലത്തേതിലും തിരക്ക് കൂടി വരുന്നുണ്ട്. പോകുന്ന വഴി ലോ പാസ് ചെയ്യുന്ന കുറച്ച് ലോക്കൽസിനെ കണ്ടു. ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പ്രാവുകളുടെ എണ്ണവും കൂടുന്നതായി തോന്നി. ആരും തന്നെ ഇവയെ ഉപദ്രവിക്കാത്തത് കൊണ്ട് ഇവർക്ക് നല്ല ധൈര്യമാണ്. അങ്ങനെ മുമ്പോട്ട് നടന്നപ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവനോട് സംസാരിച്ച് വീണ്ടും നടന്ന് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ലീഫ്രാണ്ടോ ജോബ് ചെയ്യുന്നതിനിടയിൽ പരിചയപ്പെട്ട ഒരു സുഹൃത്തിനെ കൂടെ കണ്ടു. കുറച്ചു നേരം സംസാരിച്ച് ചൂസ് പറഞ്ഞ് ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് തോമസിനെ ശ്രദ്ധിച്ചത്. അവനും ഈ ബസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് കുറെ നേരം സംസാരിച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് നടന്നു. ബിൽഡിങ്ങിലേക്ക് കയറിയപ്പോഴാണ് ശ്രദ്ധിച്ചത് പെങ്ങളുടെ പാഴ്സൽ വന്ന കാര്യം. പിന്നെ അതും എടുത്ത് റൂമിലെത്തി. അതിനുശേഷം 1 മണിക്കൂർ ഫോൺ കോളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുറത്താകെ ഇരുട്ടി. റൂം നല്ല മെസ്സായി കിടക്കുന്നതുകൊണ്ട് എല്ലാം ഒന്ന് ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാമറയിൽ ടൈം ലാപ്സ് ഇട്ട് ഫുൾ സെറ്റാക്കി. ഇനി ഇന്നത്തെ 2ാമത്തെ ഷിഫ്റ്റ് ലീഫ്രാണ്ടോ ഫുഡ് ഡെലിവറി ആണ്. അതിനെ വേഗം റെഡിയായി. പുറത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് ക്യാമറ എടുക്കുന്നില്ല. അപ്പോൾ ഇനിയൊരു ദിവസം കാണുന്നവരെ ചൂസ്.